ഇത് ലെസൺ 3 ആണ്. ഇതിനു മുമ്പ് ലെസൺസ് 1 and 2 അതിൻ്റെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അത് കാണാനുള്ള ലിങ്ക് കോമെൻറ്റിൽ ഉണ്ടാവും കേട്ടോ. ആദ്യം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ഹോംവർക്കിൻ്റെ ആൻസേഴ്സ് നോക്കാം. കുറേ പേര് കറക്റ്റായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കാര്യം പിടുത്തം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ കുറേ പേര് ക്ലാസ് വളരെ നല്ലതെന്ന് പറയുന്നുണ്ട്. ഇത് വളരെ എഫേർട്ട് എടുത്തിട്ടുണ്ടാക്കിയൊരു സീരീസ് തന്നെയാണ്. അതുകൊണ്ട് ഇത് നന്നായി നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം, എത്ര കൂടുമ്പോൾ സൂസി ടെന്നീസ് കളിക്കാറുണ്ട് അല്ലേ? സൂസിനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ് സൂസിനോട്. അപ്പോൾ യു എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഹൗ ഓഫ്റ്റൻ ഡു യു പ്ലേ ടെന്നീസ്? രണ്ടാമത്തത്, ഡസ് യുവർ സിസ്റ്റർ ഓൾസോ പ്ലേ ടെന്നീസ്? അതിൽ ഓൾസോ ചേർക്കേണ്ട കാര്യമില്ല, ഡസ് യുവർ സിസ്റ്റർ പ്ലേ ടെന്നീസ് എന്ന് ചോദിക്കും. മൂന്നാമത്തത്, ഹൗ ഓഫ്റ്റൻ ഡു യു ഗോ ടു ദ സിനിമ? നാലാമത്തത്, വാട്ട് ഡസ് യുവർ ബ്രദർ ഡു? അഞ്ചാമത്തത്, ഡു യു സ്പീക്ക് സ്പാനിഷ്? ആറാമത്തത്, വേർ ഡു യുവർ ഗ്രാൻഡ് പാരൻസ് ലിവ്? ഇതിൽ ഒരു തെറ്റ് കണ്ടത് വേർ ഡസ് യുവർ ഗ്രാൻഡ് പാരൻസ് ലിവ് എന്നാ. ഇത് വേർ ഡു ആണ്. കാരണം എന്താ? ഗ്രാൻഡ് പാരൻസ് പ്ലൂറലാണ്. ചില ആൾക്കാർ വിചാരിക്കും ഇത് ഡു വന്നത് യുവർ എന്നുള്ളതുകൊണ്ടാ. യുവർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ്. അത് രണ്ടുപേരുണ്ടല്ലോ, അച്ചാച്ചൻ അമ്മൂമ്മ, അങ്ങനെ രണ്ടുപേരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഡു വന്നത്. അല്ലെങ്കിൽ എന്താ വരിക? ഒരു പാരൻ്റ് ആണെങ്കിലോ വേർ ഡു യുവർ ഗ്രാൻഡ് മദർ ലിവ് എന്നാണെങ്കിലോ അങ്ങനെ പറയുമോ? അല്ല, വേർ ഡസ് യുവർ ഗ്രാൻഡ് മദർ ലിവ്. മനസ്സിലായോ? ഒരാളാണെങ്കിൽ യുവർ കാരണം അല്ല അവിടെ ഡു വന്നത്. യുവർ എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്നതിനർത്ഥമുള്ളൂ. നിങ്ങളുടെ എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൗണ്ട് നോക്കിയിട്ട് വേണം ഡു ഡസ് ഒക്കെ പറയാൻ. ഓക്കെ, വേർ ഡു യുവർ ഗ്രാൻഡ് പാരൻസ് ലിവ്? വേർ ഡസ് യുവർ ഗ്രാൻഡ് മദർ ലിവ്? ഓക്കെ, ഇനി ജർമ്മൻ ആണോ? ആർ യു ജർമ്മൻ? ആർ യു ജർമ്മൻ എന്ന് ചോദിക്കുന്ന തെറ്റിൽ കോണ്ടെക്സ്റ്റ് ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അതും കറക്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ് സിമ്പിൾ പ്രസൻറ്റ് അല്ലേ? അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം അറിയണ്ടാവും, അത്യാവശ്യം പഠിച്ച ആൾക്കാർക്ക്. ഇല്ലാത്തവർക്ക് ചിലപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറൊക്കെ അറിയുണ്ടാവും. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. കാരണം നമ്മൾ ഈ ടെൻസുകളൊക്കെ പഠിച്ച് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അത് മനസ്സിലായി, അത് മനസ്സിലായി, പക്ഷെ ഇത് ആപ്ലിക്കേഷനിൽ വരുമ്പം ഇതെല്ലാം കൂടെ കുളവും. അതെന്താ അങ്ങനെ വന്നതെന്നൊരു ചോദ്യം വരും. ഇപ്പോൾ ഞാൻ തംബ്നെയിൽ തന്നെ ഇട്ടത് മാതിരി വാട്ട് ഡു യു ഡു, വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ഡു യു ഡു എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു സെൻറ്റൻസ് ആണ്. വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സെൻറ്റൻസ് ആണ്. ഇത് രണ്ടും എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് പലർക്കും കൺഫ്യൂഷനാണ്. അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഡിഫറൻസ് വരുന്നത് ഈ ടെൻസുകളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്വിഷിങ് ഫീച്ചറാണ്. അവരുടെ യൂസിനെ ക്ലിയർ ആയിട്ട് അറിയാത്തപ്പോൾ നമുക്കിത് തമ്മിൽ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലാസ് നമ്മൾ വിചാരിക്കും സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഒക്കെ സിമ്പിൾ അല്ലേ? അങ്ങനെ സിമ്പിളായ കാര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സീരീസിൽ ഈ ടിപ്പിക്കലായിട്ടുള്ള ആൾക്കാർക്ക് പ്രോബ്ലം വരുന്ന ഏരിയാസ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുന്ന ഏരിയാസ് അവിടെ പിടിച്ചിട്ടാണ് ഞാൻ ഈ സീരീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സീരീസാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ വല്ലാതെ അങ്ങ് മുന്നോട്ട് പോകും, അത് ഉറപ്പാണ് എനിക്ക്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആദ്യം ഒരു കഥ പറയാം. ലീസ is in her car. She is on her way to work. She is driving to work. എന്താ സംഭവം? ലീസ എന്നുള്ള സ്ത്രീ ഈസ് ഇൻ ഹെർ കാർ. ഏത് ടെൻസാ? സിമ്പിൾ പ്രസൻറ്റ്. എവിടെയാണ് എന്നൊക്കെ പറയാം നമ്മൾ. ഐ മീൻ കൊച്ചി എന്ന് പറയുന്ന പോലെ തന്നെ ഐ മീൻ ഇൻ മൈ കാർ എന്നൊക്കെ പറയുന്നത് ഏത് സ്ഥലമാണ് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? സിമ്പിൾ പ്രസൻറ്റാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ഐഡൻറ്റിറ്റിയെ ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഫഷൻ, നമ്മൾ എവിടെയുള്ളത്, ഇതൊക്കെ സിമ്പിൾ പ്രസൻറ്റാണ്. ലീസ ഇസ് ഇൻ ഹെർ കാർ, ഇത് സിമ്പിൾ പ്രസൻറ്റ്. അവൾ അവളുടെ കാറിലാണുള്ളത്. അവൾ ജോലിക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഷീ ഇസ് വഴിയിലാണ്, ഓൺ ഹർ വേ ടു വർക്ക്, ജോലി സ്ഥലത്തേക്കുള്ള വഴിയിലാണ്. അപ്പോഴും എവിടെയാണ് എന്നുള്ളത് ആണ് പറയണത്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഷീ ഇസ് സിമ്പിൾ പ്രസൻറ്റ്. ഷീ ഇസ് ഓൺ ഹർ വേ ടു വർക്ക്. ഓൺ ഹർ വേ ടു വർക്ക് എന്ന് വെച്ചാൽ ജോലിക്കുള്ള സ്ഥലത്തേക്ക് പോണ വഴിയിലാണ്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഷീ ഈസ് ഡ്രൈവിങ് ടു വർക്ക്. ആള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്, ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സെൻറ്റൻസ് ഉണ്ടോ, അത് സിമ്പിൾ പ്രസൻറ്റ് അല്ല, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഷീ ഇസ് ഡ്രൈവിങ് ടു വർക്ക്. അതിൻ്റെ അർത്ഥം ആളിപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാനിത് പറയുമ്പോൾ ആളെന്താ ചെയ്യുന്നത്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞോ? ഇല്ല. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അതിൻ്റെ ആ സെൻറ്റൻസ് സ്ട്രക്ചർ ഒന്ന് പഠിക്കാം. സബ്ജക്റ്റ് ആദ്യം പറയാം. സബ്ജക്റ്റ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അതൊന്നും അറിയാത്ത ആൾക്കാർ ആദ്യത്തെ വീഡിയോ മുതൽ കാണുക കേട്ടോ. കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടും ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ. നമുക്ക് നന്നായിട്ടൊരു കാര്യം അറിയുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലല്ലോ. അതിൻ്റെ ഒരു ഫ്രീഡം ഇല്ലേ, ഒരു സന്തോഷം, അത് കിട്ടും നിങ്ങൾക്ക് ഈ സീരീസ് കണ്ടു തീർക്കുമ്പോഴേക്കും കേട്ടോ. അപ്പോൾ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ഐ ആം, ഹി ഷീ ഇറ്റ് ആണെങ്കിൽ എസ്, ദേ യു വി ആണെങ്കിൽ ആർ, കഴിഞ്ഞിട്ട് വേർബിൻ്റെ കൂടെ ING ഫോം ഇടുക. ING ഫോം എന്ന് വെച്ചാൽ പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന വേർബിൻ്റെ ഫോമാണ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ്, ഗോ എന്ന് വെച്ചാൽ ഗോയിങ്, റൈറ്റ് റൈറ്റിംഗ്. വേറൊരു വേർബ് നമ്മൾ പഠിച്ചില്ലേ, ഹാവിൻ്റെ ഏതാ വരിക, ഹാവിങ്. അത് കുറച്ചുകൂടി ട്രിക്കിയാണ്, അത് ഞാൻ വിശദമായിട്ട് പിന്നീട് കവർ ചെയ്യും. പക്ഷേ ഹാവിങ്, ഓക്കെ, ഹാവിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാവുക, അതാണ് ഹാവ്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക, അതിന് ഹാവ് എന്ന് പറയും. ഐ എം ഹാവിങ് മൈ ലഞ്ച്, ഞാൻ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഹാവിങ്. വേറൊരു വേർബ് നമ്മൾ പറഞ്ഞ് ഡു എന്ന് എങ്ങനെ വരിക, ഡൂയിങ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡൂയിങ്. വേറെ ബി എങ്ങനെ വരിക, ബിയുടെ ING ഫോം ബീയിങ്. ഓക്കെ, ആ അവസ്ഥയിൽ ആണ് നമ്മളിപ്പോൾ, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവസ്ഥയിൽ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷെ അതും ഞാൻ ഈ ക്ലാസ് അധികം ലെങ്തി ആയി പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ അതിൻ്റെ കുറച്ച് പാർട്സ്, ഇങ്ങനത്തെ കുറച്ച് ക്രിട്ടിക്കൽ പാർട്സ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. പക്ഷേ ഈ ഇതിൽ കുറച്ചധികം ക്രിട്ടിക്കലായ കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലോ. ഐ എം, ഹീസ്, ഷീസ്, ഇറ്റ് ഇസ് ഉണ്ടോ, IT അപ്പോസ്ട്രോഫി എസ്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ITയുടെ കൂടെ അപ്പോസ്ട്രോഫി എസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എന്നാണ്, ഇട്ടിട്ടില്ലെങ്കിൽ ഇറ്റ്സ്, അതിൻ്റെ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇറ്റ്സ് കളർ ഇങ്ങനെ എഴുതുക. IT അപ്പോസ്ട്രോഫി എസ് വേണ്ട, ITS മതി. ഓക്കെ, ഇറ്റ്സ് കളർ, അതിൻ്റെ നിറം. ഇനി വി ആർ, ദേ ആർ, യു ആർ, അങ്ങനെയാണ് പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് വേർബ് ING ഫോമിൽ വരണം. ഇപ്പം ഞാനൊരു സെൻറ്റൻസ് പറയാം. അത് ശബ്ദം ഉണ്ടാക്കല്ലേ, ഞാനിത് ശ്രദ്ധിക്കാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എന്താ പറയുക, യൂട്യൂബൊക്കെ നോക്കി ഈ കറി എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് കുട്ടികളവിടെ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയാണോ മുളക് പൊടിയാണോ എന്താണ് പറഞ്ഞത് എന്ന് പിടിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്ന കുട്ടിയെടുത്ത് ഒച്ച ഉണ്ടാക്കല്ലേ, ഞാനിതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. എങ്ങനെ പറയാ, ഒച്ച ഉണ്ടാക്കരുത്, ചെയ്യരുത് എന്ന് പറയാൻ പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. ഇത്രയധികം ശബ്ദം ഉണ്ടാക്കല്ലേ, പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. ഓക്കെ, ചെയ്യല്ലേ, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഓക്കെ, പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഇത് ശ്രദ്ധിക്കേണ്ടത്, ചിലർ ഡോണ്ട് എന്ന് പറയും. ആ ഓടെ സൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഡോണ്ട് അല്ല, ഡോണ്ട്. ഓ എന്നുള്ള സൗണ്ട് വരണം കേട്ടോ. പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണ്, ഞാനിതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുകയാണ്. ഐ എം ട്രൈങ് ടു ലിസൺ. കണ്ടോ, ഐ ആം, അതാണ് ഐ എം ട്രൈങ്. ട്രൈ എന്നുള്ള വേർബിൻ്റെ ING. ഐ എം ട്രൈങ്. എന്തിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ? ട്രൈ എന്ന് വെച്ചാൽ ശ്രമിക്കുക. എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ? ശ്രദ്ധിക്കാൻ. ടു ലിസൺ. ഐ എം ട്രൈങ് ടു ലിസൺ. അവിടെ നമ്മൾ ഐ ട്രൈ ടു ലിസൺ എന്ന് പറയുമോ, സിമ്പിൾ പ്രസൻറ്റ് പറയുമോ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് പറയണേ. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് വേണം. മനസ്സിലായോ? റോയ് എവിടെ, എങ്ങനെ പറയാം? ഇന്ന സ്ഥലത്താണ് എന്നുള്ള സെൻറ്റൻസുകളൊക്കെ സിമ്പിൾ പ്രസൻറ്റ് അല്ലേ. അപ്പോൾ വേർ ഇസ് റോയ്, വേർ ഇസ് റോയ്, അതിനെ ചുരുക്കിയിട്ട് വേർ ഇസ് റോയ്. റോയ് എവിടെ? കുളിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ പറയാം? കുളിക്കുക എന്നുള്ളതിന് ടു ടേക്ക് എ ഷവർ അല്ലെങ്കിൽ ടു ഹാവ് എ ഷവർ എന്ന് പറയാം. അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ എന്നിങ്ങനെ പറയും. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അപ്പോൾ അയാൾ ഹീ ഇസ് ഹാവിങ് എ ഷവർ അല്ലെങ്കിൽ ടേക്കിംഗ് എ ഷവർ. ഓക്കെ, ഹീസ്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയണം എപ്പോഴും. ഹീ ഇസ് എന്ന് അങ്ങനെ ഓരോരോ വേർഡ് പറക്കി പറയില്ല കേട്ടോ. ഹീ ഈസ് ഹാവിങ് എ ഷവർ. അവിടെ ഹീ ഹാസ് എ ഷവർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
അയാൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ടെന്ന് പറയണമെങ്കിൽ ഹി ഹാസ് എ ഷവർ എവറി ഡേ. പക്ഷെ ഇവിടെ നമ്മൾ എന്താ പറയണേ, ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുക, ഹീസ് ഹാവിങ് എ ഷവർ. എന്താണ് ഹി ഹാവ് എ ഷവർ എന്ന് പറയാത്തതെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഹാവ് എന്നുള്ള വേർബിന്റെ എസ് ചേർത്ത ഫോം ഉപയോഗിക്കണ്ടേ ഹീ ഉള്ളപ്പം? ഹി ഈറ്റ്സ്, അതുപോലെ ഹി ഹാസ് എ ഷവർ. ഓക്കെ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പോൾ മഴ പെയ്യണില്ല, ഇത്രയും നേരത്തും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം മഴ ഇനിയിപ്പോൾ പെയ്യണില്ല, അപ്പം എങ്ങനെ പറയും? നമുക്ക് പുറത്തു പോവാം, എങ്ങനെ പറയും? അത് എപ്പോഴും നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാം എന്നുള്ള സെൻറ്റൻസുകളൊക്കെ വരിക ലെറ്റ്സ് എന്ന് വെച്ചിട്ടാണ്. ലെറ്റ്സ് ഗോ ഔട്ട് നൗ, നമുക്ക് പുറത്തു പോവാം. ലെറ്റ്സ് ഗോ ഔട്ട് നൗ, ഇപ്പം നൗ എന്ന് വെച്ചാൽ ഇപ്പം, നമുക്കിപ്പോൾ പുറത്തു പോവാം. ലെറ്റ്സ് ഗോ ഔട്ട് നൗ. മഴ പെയ്യുന്നില്ല ഇപ്പോൾ, എങ്ങനെ പറയും? അവിടെയാണ് ഇറ്റ് ഡസൻ റെയിൻ എന്ന് പറയാൻ പറ്റില്ല. അതിനർത്ഥം എന്താ? മഴ പെയ്യാറില്ല എന്നാ? അതല്ലല്ലോ, ഇപ്പൊ പെയ്യുന്നത് നിന്നു എന്നുള്ള അർത്ഥത്തിലെങ്കിൽ ഇറ്റ് ഈസിൻറ്റ്. കേട്ടോ, നമ്മൾ നെഗേറ്റ് ചെയ്യുമ്പം ഈസ് നോട്ട് അല്ലെങ്കിൽ ഈസിൻറ്റ് എന്നുള്ള ഫോം ഉപയോഗിക്കുക. ഇറ്റ് ഈസിൻറ്റ് റെയിനിങ് എനിമോർ. ഇറ്റ് ഈസിൻറ്റ് റെയിനിങ് എനിമോർ. ഓക്കെ, അപ്പം നമുക്ക് നെഗേറ്റ് ചെയ്യുന്നതൊന്ന് പഠിച്ചാലോ? ഐ ആം ഡ്രൈവിങ്, ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയല്ല, ഐ എം നോട്ട് ഡ്രൈവിങ്. ഹി ഷീ ഇറ്റ് ഇസ് ഡ്രൈവിങ്. ഇല്ലെന്ന് പറയാൻ ഹീസ് നോട്ട്, ഷീസ് നോട്ട്, ഇറ്റ് ഇസ് നോട്ട് ഡ്രൈവിങ്. ദേ യു വി ആർ ഡ്രൈവിങ്. നെഗേറ്റ് ചെയ്യുമ്പം എന്ന് വെച്ചാൽ നെഗറ്റീവ്, അങ്ങനെ അല്ല ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ദേ ആർ നോട്ട്, വി ആർ നോട്ട്, യു ആർ നോട്ട് ഡ്രൈവിങ്. ഓക്കെ, ചോദ്യം ചോദിക്കുമ്പോഴോ? ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ? ആം ഐ ഡ്രൈവിങ്. ഇതിൻ്റെയോ? ഹീസ് ഡ്രൈവിങ്ങിൻ്റെ ചോദ്യം എന്തായിരിക്കും? അവൻ വണ്ടി ഓടിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഇസ് ഹി ഡ്രൈവിങ്. അവളാണെങ്കിൽ ഇസ് ഷി ഡ്രൈവിങ്. അത് ഇസ് ഇറ്റ് ഡ്രൈവിങ്. വല്ല റോബോട്ടൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഭാവിയിൽ ഇസ് ഇറ്റ് ഡ്രൈവിങ്. ഇനി വി ആർ ഡ്രൈവിങ്, ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ വി ഡ്രൈവിങ്. അതുപോലെ നിങ്ങളാണെങ്കിൽ ആർ യു ഡ്രൈവിങ്. അവരാണെങ്കിൽ ആർ ദേ ഡ്രൈവിങ്. ഓക്കെ, അപ്പം ചോദ്യം ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? ഇനി ചോദ്യം ഉണ്ടാക്കുന്നതിന് ഒരെണ്ണം കൂടെ പഠിക്കുകയാണ്. എന്താ? ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ എന്താ പറയുക? വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ? ആം ഐ ഡ്രൈവിങ്. അതിൻ്റെ അല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ആമിൻ്റെ എന്ന് പറയില്ല, ആഴൻറ്റ്. അത് ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും ആമിൻ്റെ കൂടെ നോട്ട് ഇടാം. ആഴൻറ്റ് ഐ ഡ്രൈവിങ്. കേട്ടോ, അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് ആം ഐ നോട്ട് ഡ്രൈവിംഗ് എന്ന് ചോദിക്കാം. പക്ഷെ നിങ്ങൾ അത് പഠിക്കേണ്ടത് ആഴൻറ്റ് ഐ ഡ്രൈവിംഗ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, കാരണം അത് നമ്മൾ കാഷ്വലി യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ വരുതാ. അതുപോലെ തന്നെ അവൻ വണ്ടി ഓടിക്കുകയല്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഈസിൻറ്റ് ഹി ഡ്രൈവിങ്. അവളാണെങ്കിൽ ഈസിൻറ്റ് ഷി ഡ്രൈവിങ്. അതാണെങ്കിൽ ഈസിൻറ്റ് ഇറ്റ് ഡ്രൈവിങ്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആർൻറ്റ് വി ഡ്രൈവിങ്. നിങ്ങളാണെങ്കിൽ ആർൻറ്റ് യു ഡ്രൈവിങ്, ആർൻറ്റ് ദേ ഡ്രൈവിങ്. അവർ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഈ സംഭവം ഒരു പാറ്റേൺ ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ വരുമ്പം, ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ടൈപ്പ് സെൻറ്റൻസുകളിൽ വരുമ്പോഴാണ് അതവിടെ എന്താ ഉപയോഗിക്കാന്ന് കൺഫ്യൂഷൻ വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പുറത്ത് പോവാം. ലെറ്റ്സ് ഗോ ഔട്ട് നൗ. മഴ അപ്പം പെയ്യണില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കണില്ല. ഇറ്റ് ഈസിൻറ്റ് റെയിനിങ് എനിമോർ. ഓക്കെ, അവിടെ ഇറ്റ് ഡസൻറ്റ് റെയിൻ എനിമോർ എന്ന് പറയരുത്. സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യരുത്. ഇപ്പോഴത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ്. സാറ പറയാണ് ഐ എം റീഡിങ് എ റിയലി ഗുഡ് ബുക്ക് അറ്റ് ദ മോമെൻറ്റ്. എന്ന് വെച്ചാൽ അറ്റ് ദ മോമെൻറ്റ് എന്ന് വെച്ചാൽ ഈ സമയത്ത്, ഇപ്പോൾ. എന്താ ചെയ്തോണ്ടിരിക്കണേ? ഐ എം റീഡിങ് എ റിയലി ഗുഡ് ബുക്ക്. ഞാൻ നല്ലൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? സാറ നിങ്ങളടുത്ത് പറയാണ്, ഓഫീസിലാണ് നിങ്ങൾ സാറുടെ കലീഗാണ്, നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സാറ് നിങ്ങളുടെ നല്ല സുഹൃത്താണ്. സാറ് വന്നിട്ട് പറയാണ്, എടാ അറിഞ്ഞോ, ഐ എം റീഡിങ് എ റിയലി ഗുഡ് ബുക്ക് അറ്റ് ദ മോമെൻറ്റ്. അപ്പോൾ സാറ് ഇപ്പോൾ ജോലിയൊക്കെ നിർത്തിയിട്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, അവിടെയാണ് വേറൊരു മീനിങ് കൂടെ അതിനുള്ളത്. സാറ ഒരു പുസ്തകം വായിച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ തീർന്നിട്ടില്ല എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. എൻ്റെ അർത്ഥം ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എടാ ഞാൻ നല്ല പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതല്ല. അവിടെ പുസ്തകം വായന തുടങ്ങിയിട്ടുണ്ട്, നല്ല പുസ്തകമാണ്, അത് തീർന്നിട്ടില്ല. അപ്പോൾ ഈ കറൻറ്റ് മൊമെൻറ്റിൽ തന്നെ ആവണമെന്നില്ല, അല്ലെ? ഇപ്പം തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നില്ല.
വീട്ടിൽ നിന്ന് വായിക്കുന്ന കാര്യമാവാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുക ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ, അപ്പോൾ ഇപ്പോൾ ആൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥം ആവണമെന്നില്ല അവിടെ കേട്ടോ. അത് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക തന്നെയാണെന്ന് വെച്ചാൽ ഈ കുറച്ച് ദിവസങ്ങളിൽ അവൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഒരു പുസ്തകം തുടങ്ങിയിട്ടുണ്ട്, അത് വായിച്ചുകൊണ്ടിരിക്കുക എന്നാണ്, തീർന്നിട്ടില്ല, ആ പ്രവൃത്തി തീർന്നിട്ടില്ല. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അലി വോണ്ട്സ് ടു സ്റ്റഡി ഇൻ ജർമ്മനി. അലി വോണ്ട്സ് ടു ഡു സംതിങ് എന്ന് വെച്ചാൽ അലിക്ക് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്താണ് ചെയ്യാൻ ആഗ്രഹമുള്ളത്? അലി വോണ്ട്സ് ടു സ്റ്റഡി ഇൻ ജർമ്മനി. അലിക്ക് ജർമ്മനിയിൽ പഠിക്കാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. സോ ഹീസ് ലേണിംഗ് ജർമ്മൻ. അതുകൊണ്ട് അയാൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ചിലപ്പോൾ ഇപ്പം ജർമ്മൻ ക്ലാസ്സിൽ പോയിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, നമുക്കറിയില്ല. പക്ഷേ ഇപ്പം പോകണം നിർബന്ധമില്ല. അങ്ങനെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് അവൻ പഠിക്കുന്നുണ്ട്. ഇപ്പം ചിലപ്പോൾ അവൾ കിടന്നുറങ്ങായിരിക്കും. മനസ്സിലായോ? ബുക്ക് വായിക്കുന്ന പോലെ തന്നെ ആ കോഴ്സിന് എൻറോൾ ചെയ്ത് അല്ലെങ്കിൽ ആ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എക്സാക്ട് നിമിഷത്തിൽ ചെയ്യണമെന്നില്ല, ചെയ്യണം എന്നില്ല എന്നുള്ളപ്പോൾ ചെയ്യാൻ പാടില്ല എന്നുമില്ല. ചിലപ്പോൾ ഇപ്പോൾ ജർമ്മൻ ക്ലാസ്സിലാവാം, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കി ജർമ്മൻ പഠിക്കാതിരിക്കാം. പക്ഷേ ആൾ അങ്ങനത്തെ ഒരു പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ട്, ജർമ്മൻ പഠിച്ച് തീർന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, നമ്മളിപ്പോൾ ആളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയില്ലേ? പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റൂമിൽ അവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. അതേപോലെ തന്നെ ഇവിടെയും പറയാം, ഷീ സ്റ്റഡിങ് എന്ന് വെച്ചാൽ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്താർത്ഥം വരിക? ഷീ സ്റ്റഡിങ് എന്ന് വെച്ചാൽ ഷീ സ്കൂളിലെ കുട്ടിയാണ്, പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള അർത്ഥം വരില്ലേ? അവൾ പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ അല്ലേ? അവൾ എന്താ ചെയ്യണം? അവൾ പഠിക്കുകയാണ്, ചെറിയ കുട്ടിയാണ് അവൾ എന്നുള്ള രീതിയിൽ ഇത് പറയില്ലേ? അതേ അർത്ഥം തന്നെ ഇംഗ്ലീഷിലുണ്ട്. അതുപോലെ പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഭാവിയിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ഈ ടെൻസിൽ പറയും. സം ഓഫ് മൈ ഫ്രണ്ട്സ് ആർ സ്റ്റാർട്ടിങ് ദെയർ ഓൺ റെസ്റ്റോറൻറ്റ്. അവരുടെ സ്വന്തം ദെയർ ഓൺ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ അവരുടെ സ്വന്തം റെസ്റ്റോറൻറ്റ്. ആരെ തുടങ്ങണേ? സം ഓഫ് മൈ ഫ്രണ്ട്സ് ആർ സ്റ്റാർട്ടിങ് ദെയർ ഓൺ റെസ്റ്റോറൻറ്റ്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ സ്വന്തം റെസ്റ്റോറൻറ്റ്സ് തുടങ്ങുകയാണ്. ഓക്കെ, സം ഓഫ് മൈ ഫ്രണ്ട്സ് ആർ സ്റ്റാർട്ടിങ് ദെയർ ഓൺ റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ റെസ്റ്റോറൻറ്റ്സ് എന്ന് വെച്ചാൽ പല റെസ്റ്റോറൻറ്റ്സ് തുടങ്ങുകയാണ് അവർ. ഒരെണ്ണമാണെങ്കിൽ റെസ്റ്റോറൻറ്റ്. ഓക്കെ, ദേ പ്ലാൻ ടു ഓപ്പൺ ഇറ്റ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ അടുത്ത വർഷം തുടങ്ങുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ പറയണത്. നമുക്ക് എന്തെങ്കിലും ഒരു പദ്ധതി നമുക്കുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ടെൻസിൽ പറയാം. അതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? സം ഓഫ് മൈ ഫ്രണ്ട്സ് ആർ സ്റ്റാർട്ടിങ് ദെയർ ഓൺ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് എഴുതുകയും അങ്ങനെ ആവണമെന്നില്ല. അവർക്കൊരു പദ്ധതി ഉണ്ട് എന്നുള്ളൊരു അർത്ഥവും വരാം. അതാണ് ഈ ടെൻസ്. നമ്മൾ മലയാളത്തിൽ അത് തന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയല്ലോ എന്ന് വെച്ചാൽ അതിനുള്ള പദ്ധതി ഉണ്ട് എന്നാണ് പറയണത് അല്ലേ? അതിനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളത്, നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ ആ ചേഞ്ച് സംഭവിക്കാൻ തുടങ്ങി അങ്ങനെയുള്ളപ്പോഴും ഈ ടെൻസ് ഉപയോഗിക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ പൊതുവെ നമ്മളിത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർബ്സ് വരിക ഗെറ്റിംഗ്, ബിക്കമിങ്, ചേഞ്ചിങ്, ഇംപ്രൂവിങ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റാർട്ടിങ്, ബിഗിനിങ്, ഇൻക്രീസിങ്, റൈസിങ്, അല്ലെങ്കിൽ ഫോളിങ്. റൈസിങ് എന്ന് വെച്ചാൽ ഉയരുക, ഫോളിങ് എന്ന് വെച്ചാൽ പെട്ടെന്ന് താഴത്തേക്ക് വീഴുക. അതിപ്പോൾ ഒരാൾ വീഴുന്ന തന്നെ ആയിരിക്കില്ല, ഗ്രാഫ് വീഴുക, അങ്ങനെ ഗ്രാഫ് താഴത്തേക്ക് പോവുക എന്നൊക്കെ പറയില്ലേ? ഗ്രോയിങ്, ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരു ചേഞ്ച് സംഭവിക്കുന്നതിൻ്റെ തുടക്കം അത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ, ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ? നിൻ്റെ ഇംഗ്ലീഷ് ഇപ്പം മെച്ചപ്പെടുന്നുണ്ടോ? ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ. അവിടെ സബ്ജക്റ്റ് എന്താ? യുവർ ഇംഗ്ലീഷ്. ഈസ് യുവർ ഇംഗ്ലീഷ്. ഈസ് യുവർ ഡോഗ് ബാർക്കിംഗ് എന്നൊക്കെ ചോദിക്കുന്ന മാതിരി, നിൻ്റെ നായ കുരയ്ക്കുന്നുണ്ടോ? അതുമാതിരി അവിടെ ഡോഗാണ് സബ്ജക്റ്റ്, ഇവിടെ ഇംഗ്ലീഷ്, യുവർ ഇംഗ്ലീഷ്. ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ? മെച്ചപ്പെടുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കണം? ഗെറ്റിംഗ് ബെറ്റർ നമ്മൾ തുടങ്ങി, അത് ചേഞ്ച് വരുന്നുണ്ടോ, നന്നായിട്ട് മെച്ചപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം. അവിടെ നമ്മൾ ഡാസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റ് ബെറ്റർ എന്ന് ചോദിക്കരുത്. മനസ്സിലായോ? സിമ്പിൾ പ്രസൻറ്റിൽ ചോദിക്കരുത്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈസ് യുവർ ഇംഗ്ലീഷ് ഗെറ്റിംഗ് ബെറ്റർ? ലോകത്തിലെ ജനസംഖ്യ പെട്ടെന്ന് തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പറയും? അത് സിമ്പിൾ പ്രസൻ്റ് ആണോ പറയുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ പറയുക? അപ്പോൾ ഒരു ചേഞ്ച് ആണല്ലേ, അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വീണുകൊണ്ടിരിക്കുകയാണ്, ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയണ്ടേ. സിമ്പിൾ പ്രസൻ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇൻക്രീസസ് എന്നാണ് പറയുക. അങ്ങനെയല്ല ഇവിടെ പറയണ്ടേ. വേൾഡിൻ്റെ പോപ്പുലേഷൻ, ദ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ് ഇസ് ഇൻക്രീസിങ്. ഈസ് മറക്കരുത്, ഇൻക്രീസിങ് വെരി ഫാസ്റ്റ്, പെട്ടെന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്താ?
ദ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ്. അതിനെന്താ സംഭവിക്കണേ? ഈസ് ഇൻക്രീസിങ്, ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വെരി ഫാസ്റ്റ്, പെട്ടെന്ന് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ജോലി എങ്ങനെയുണ്ട്? പുതിയൊരു ജോലി ചേർന്നപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരാൾ ചോദിച്ചാൽ ആദ്യമൊന്നും എനിക്ക് അത്ര പിടിച്ചില്ല, പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, അത് ഒരു രസമൊക്കെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയും? അപ്പോൾ ഒരു ചേഞ്ചാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരിക്കണു. അങ്ങനെ എൻജോയ്മെൻറ്റ് ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആദ്യം, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല, പിന്നെ അത് എൻജോയ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറയാൻ. അറ്റ് ഫസ്റ്റ്, ആദ്യമൊക്കെ ഐ ഡിഡൻറ്റ് ലൈക്ക് മൈ ജോബ്. കണ്ടോ, എനിക്കിഷ്ടമായിരുന്നു, ഐ ലൈക്ക് മൈ ജോബ്. ഇത് ആദ്യത്തെ സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റിലാണ്, നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേ പഠിക്കുള്ളൂ, അത് നിങ്ങൾ കാര്യമാക്കണ്ട. അറ്റ് ഫസ്റ്റ് ഐ ഡിഡൻറ്റ് ലൈക്ക് മൈ ജോബ്, എനിക്ക് ആദ്യം ഇഷ്ടമില്ലായിരുന്നു. ബട്ട് ഐ എം സ്റ്റാർട്ടിങ് ടു എൻജോയ് ഇറ്റ് നൗ. കണ്ടോ, ഐ എം ബിഗിനിങ് ടു എൻജോയ് ഇറ്റ് നൗ. അതിപ്പോൾ ഞാൻ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതും കണ്ടിന്യൂസ് ടെൻസിലാണ് പറയാം. മനസ്സിലായോ? ഒരു കുറച്ച് പ്രാക്ടീസ് നമുക്ക് ചെയ്യാം, എന്നാലേ ഈ സെൻറ്റൻസുകൾ കിട്ടുള്ളൂ. ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൽ എപ്പോഴും വരുത്തുന്ന തെറ്റെന്ന് അറിയോ? ING ഫോം ഇടാൻ ഓർമ്മയുണ്ടാവും. വേർബിൻ്റെ വർക്കിംഗ്, ലിസ്ണിങ്, ലാഫിങ് എന്നൊക്കെ പറഞ്ഞാൽ ING ഇടും. പക്ഷേ എസ്സിൽ ഐ, ആം, ഷീ, ഇസ് അത് മറന്നു പോകും. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കും. എന്താ പറയുക? വാട്ട് ആർ യു ഡൂയിങ് നൗ? എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു ഡൂയിങ് നൗ? അപ്പം ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ പറയാം, ഐ ആം വർക്കിംഗ്. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയല്ല, അതറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണം. അപ്പോൾ ഞാൻ TV കാണുകയല്ല, അങ്ങനെ പറയും, ഐ എം നോട്ട് വാച്ചിങ് TV. ഓക്കെ. ലിയാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? എങ്ങനെ പറയാം? വാട്ട് ഇസ് ലിയാം ഡൂയിങ്? ലിയാം ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ പറയും? ലിയാം ഇസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ലിയാം ഇസ് റീഡിങ് എ ന്യൂസ് പേപ്പർ. ഓക്കെ. ബസ് വരുന്നുണ്ട്, എങ്ങനെ പറയും? വന്നുകൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ദ ബസ് ഇസ് കമ്മിങ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലയാളം നമ്മൾ പറയണ പോലെ തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് വിചാരിക്കരുത്. ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ബസ് വരുന്നുണ്ട് എന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം ദ ബസ് വരുന്നുണ്ട്, കംസ് എന്നല്ല, ദ ബസ് ഇസ് കമ്മിങ്, വന്നുകൊണ്ടിരിക്കുകയാണ്, ദ ബസ് ഇസ് കമ്മിങ്. ഓക്കെ. ഞങ്ങൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ പറയാം? കഴിക്കുക എന്ന് പറഞ്ഞാൽ ഹാവ് ഉപയോഗിച്ചോളൂ. വി ആർ ഹാവിങ് ഡിന്നർ. നീ ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല, എങ്ങനെ പറയും? ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ ആണെങ്കിൽ ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ പറയും. ഇപ്പം നീ ചെയ്യുന്ന കാര്യമാണ്, നീ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട് ഇപ്പോൾ, അതെങ്ങനെ പറയാം? യു ആർ നോട്ട് ലിസ്ണിങ് ടു മീ. ഞാൻ എത്ര നേരമായി ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണു, നിങ്ങളെന്താ ശ്രദ്ധിക്കാതിരിക്കണേ? നീ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ ഇല്ല. യു ആർ നോട്ട് ലിസ്ണിങ് ടു മീ. മനസ്സിലായോ? അല്ലെങ്കിൽ തന്നെ യു ആർൻറ്റ് ലിസ്ണിങ് ടു മീ എന്നും പറയാം. ഓക്കെ. കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ആര്? കുട്ടികൾ. വാട്ട് ആർ ദ കിഡ്സ് ഡൂയിങ്? വാട്ട് ആർ ദ കിഡ്സ്? കിഡ്സ് പ്ലൂറൽ അല്ലേ, ഒന്നിൽ കൂടുതലുണ്ടല്ലോ. അപ്പോൾ ആർ. വാട്ട് ആർ ദ കിഡ്സ് ഡൂയിങ്? അവരെന്താ ചെയ്തുകൊണ്ടിരിക്കണേ? അവരവരുടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെ പറയാം? The kids are doing their homework. The kids are doing their homework. മനസ്സിലായോ? സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ മനസ്സിലായില്ലത്? ഇവിടെയാണ് നമ്മൾ പറഞ്ഞ മറ്റേ പ്രശ്നം. വാട്ട് ആർ ദേ ഡൂയിങ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഹീ ഡൂയിങ് എന്ന് വെച്ചാൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അർത്ഥം. വാട്ട് ഡസ് ഹീ ഡൂ? അത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയാം അല്ലേ? വാട്ട് ഡസ് ഹീ ഡൂ അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അല്ലെങ്കിൽ വാട്ട് ഡു യു ഡു? നീ എന്താ ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു? മനസ്സിലായോ? ആ വ്യത്യാസം മനസ്സിലായോ? നീ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിന്റെ ജോലി എന്താണ്? നീ ടീച്ചറാണോ, കൃഷിക്കാരനാണോ, മത്സ്യബന്ധന തൊഴിലാളിയാണോ, എന്താ നിന്റെ ജോലി എന്താ? അതാണ് വാട്ട് ഡു യു ഡു. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്? കുളിച്ചുകൊണ്ടിരിക്കുകയാണോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ, TV കണ്ടുകൊണ്ടിരിക്കുകയാണോ, അങ്ങനെ. മനസ്സിലായോ?
ഈ വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? അതിന് കാരണം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളതും നമ്മുടെ ഐഡൻറ്റിറ്റിയായി ബന്ധപ്പെട്ടതൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയുക അല്ലേ. ഐ ഈറ്റ് ഫിഷ്, മീൻ കഴിക്കാറുണ്ട്. ഐ ആം ഈറ്റിംഗ് ഫിഷ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഡു യു ഡു? നീ എന്താ ചെയ്യാറ് ജോലിക്ക്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നുവെച്ചാൽ നീ എന്താ ജോലി? വാട്ട് ഡു യു ഡു? വാട്ട് ആർ യു ഡൂയിങ്? എന്താ നീ ചെയ്തുകൊണ്ടിരിക്കണേ? അപ്പം നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ എന്നാണ് ആ ഡിഫറൻസ്. മനസ്സിലായോ? സിമ്പിൾ പ്രസൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ, നമ്മൾ എവിടെയാണ്, അല്ലെ ഐ എം ഇൻ ലണ്ടൻ, അല്ലെങ്കിൽ ഐ എം ഇൻ ന്യൂയോർക്ക് എന്നൊക്കെ പറയുന്ന ആ സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിറ്റിയായിട്ട് ബന്ധപ്പെട്ടത്, നമ്മൾ വെജിറ്റേറിയനാണ്, അല്ലെങ്കിൽ നമ്മൾ സൈലൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്, ഇങ്ങനെ നമ്മുടെ ഐഡൻറ്റിറ്റിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സിമ്പിൾ പ്രസൻറ്റ്. ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രവൃത്തി, അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എന്ത് ചോദ്യം വന്നാലും എന്താ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവും അല്ലേ. വാട്ട് ഡു യു ഡു എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണമല്ല, എന്താ ചെയ്യണേ എന്നാണ്. മലയാളത്തിൽ എന്താ ചെയ്യണേന്നല്ലേ അത്. എന്താ ചെയ്യണേ നീ? ഞാനിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു സ്കൂളിൽ. ഓക്കെ, അങ്ങനെ പറയില്ല അത്. വാട്ട് ആർ യു ഡൂയിങ് എന്ന് വെച്ചാൽ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണേ. അതുപോലെ തന്നെ വേറെ ഏത് ചോദ്യം വന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മൾ ടെൻസ് പഠിച്ചാലും നമ്മൾ തെറ്റിക്കുന്ന ഒരു സംഭവം. പക്ഷേ ഈ ടെൻസ് ഇങ്ങനെയാണ്, ഈ ടെൻസ് ഇങ്ങനെയാണെന്ന് പഠിച്ചാലും ആപ്ലിക്കേഷൻ വരുമ്പോൾ ഇത് തെറ്റും. അതുകൊണ്ട് ഹോംവർക്ക് ഉണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഈ 2 ലെസൺസും എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സുകളും ഈ ക്ലാസ്സൊക്കെ കൃത്യമായി മനസ്സിലായി എന്നർത്ഥം. ഇല്ലെങ്കിൽ ആദ്യം മുതൽ ഒന്നുകൂടെ പഠിക്കണം. ഓക്കെ, മിണ്ടാണ്ടിരിക്കൂ, ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാ പറയാ? പ്ലീസ് ബി ക്വയറ്റ്. ബാക്കി പറയാം. മിണ്ടാതിരിക്കൂ, സൈലൻ്റ് ആയിരിക്കൂ, പ്ലീസ് ബി ക്വയറ്റ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ശല്യപ്പെടുത്തരുത് എന്നുള്ള അർത്ഥം. ഓക്കെ, രണ്ടാമത്തത്, ഞാനിങ്ങനെ ഒരാളെ കാണിച്ചു തന്നിട്ട് നിങ്ങൾ പറയാണ്, നോക്കി അലക്സ് ആണത്, കണ്ടോ? അപ്പം നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിക്ക് കാണുന്നില്ല. അപ്പം നിങ്ങൾ പറയാണ് ഒരു ബ്ലാക്ക് കോട്ട് ഇട്ട ആളെ. അപ്പോൾ നമ്മൾ പറയണം അവനൊരു ബ്ലാക്ക് കോട്ടാണ് ഇട്ടിരിക്കണേ. എങ്ങനെ പറയും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ, സിമ്പിൾ പ്രസൻറ്റ് ആണോ? ഹി വെയർസ് എ ബ്ലാക്ക് കോട്ട് എന്നാണോ, ഹി ഈസ് വെയറിങ് എ ബ്ലാക്ക് കോട്ട് എന്നാണോ? നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നും പെയ്യുന്നില്ല. എങ്ങനെ പറയും? ദ വെദർ ഇസ് നൈസ്. ദ വെദർ, കാലാവസ്ഥ. ദ വെദർ ഇസ് നൈസ്. മഴ ഒന്നും പെയ്യുന്നില്ല. എങ്ങനെ പറയും? ഇറ്റ് ഡസൻ റെയിൻ ആണോ, ഇറ്റ് ഇസ് നോട്ട് റെയിനിങ് എന്നാണോ? നിങ്ങൾക്കൊരു കോൾ വന്നു. അപ്പോൾ നിങ്ങൾ പറയാണ്, ഞാനേ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പിന്നെ വിളിക്കട്ടെ. ഞാൻ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെങ്ങനെ പറയാം? എന്നിട്ട് ഞാൻ പിന്നീട് വിളിക്കട്ടെ. ക്യാൻ ഐ കോൾ യു ലേറ്റർ? ഞാൻ പിന്നീട് നിങ്ങളെ വിളിക്കട്ടെ. ക്യാൻ ഐ കോൾ യു ലേറ്റർ? ഇതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസാണ് നിങ്ങൾ ഉണ്ടാക്കട്ടെ. ഞാൻ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഹോംവർക്കിൻ്റെ ചോദ്യങ്ങൾ. അടുത്ത ക്ലാസ്സിൽ ഞാൻ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെയും കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ വരും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട വേറെ ചില ആംഗിൾസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. എങ്ങനെ പറയാം? യെസ്, ഐ അണ്ടർസ്റ്റാൻഡ്. ഐ എം അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയരുത്. അതെന്തുകൊണ്ടാണെന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഹോംവർക്കിൻ്റെ ആൻസേഴ്സ് ഇടുക കേട്ടോ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.